ഹായ് ഗായ്സ്, ഗലിബർ എന്ന് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 12th വീക്ക് എവിക്ഷനിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാർ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് ചൊവ്വാഴ്ച രാത്രി 11 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ ഇത്തവണ 7 മത്സരാർത്ഥികളാണുള്ളത്. 7 മത്സരാർത്ഥികളും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ലാസ്റ്റ് നിൽക്കുന്ന 2 മത്സരാർത്ഥികൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ മുന്നിലും പിന്നിലുമായി മാറി മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് വരും മണിക്കൂറിലെ വോട്ടിംഗ് വളരെ നിർണായകമാണ്. അത് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ ആപ്പിൽ കയറി തന്നെ വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ആ മത്സരാർത്ഥിക്ക് ആ വോട്ട് ലഭിക്കത്തുള്ളൂ. അതോടൊപ്പം വരും മണിക്കൂർ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങൾ അറിയാം. നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇന്ന് രാത്രി 11 മണിയോട് വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷൻ അത് അനുമോൾ തന്നെയാണ് തുടരുന്നത്. അനുമോൾ തുടക്കത്തിലൊന്ന് പിന്നിലേക്ക് പോയെങ്കിലും അതിനുശേഷം ഒരു ഘട്ടത്തിലും പിന്നിലേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ വമ്പിച്ച ഒരു വോട്ടിംഗ് മുന്നേറ്റം നടത്തി മുന്നേറുകയാണ് ചെയ്യുന്നത്. ലീഡ് നില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ 27,600 വോട്ട് നേടി 1ാം പൊസിഷനാണ് ഇപ്പോൾ തുടരുന്നത്. 2ാം പൊസിഷനിൽ അനീഷാണുള്ളത്. അനീഷ് വോട്ടിങ്ങിന് തുടക്കം മുതലേ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിട്ട് ആണ് മുമ്പോട്ട് പോകുന്നത്. ഈ തവണ അത്യാവശ്യം നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം നടത്തി ഏത് നിമിഷമാണെങ്കിലും മാറി മറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. അനുമോൾ എത്തിപ്പിടിക്കാൻ തക്ക വിധത്തിലൊരു വോട്ടിംഗ് പ്രകടനം ഇപ്പോൾ കാഴ്ചവെച്ചിട്ടുണ്ട്. 25,890 വോട്ട് നേടി 2ാം പൊസിഷനാണുള്ളത്. 3ാം പൊസിഷനിൽ നൂറയാണുള്ളത്. നൂറ വമ്പിച്ചൊരു മുന്നേറ്റമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വോട്ടിങ്ങിൽ നല്ലൊരു മുന്നേറ്റം നൂറയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. 24,009 വോട്ടാണ് നേടിയിരിക്കുന്നത്. അനീഷിന് തൊട്ട് പിന്നിലായി 3ാം പൊസിഷനാണുള്ളത്. 4ാം പൊസിഷനിൽ ആര്യൻ അട്ടിമറി മുന്നേറ്റം നടത്തി കയറി വന്നിരിക്കുകയാണ്. നേരത്തെ അക്ബറിൻ്റെ കയ്യിലായിരുന്നു 4ാം പൊസിഷൻ. എന്നാൽ ഇപ്പോൾ ആര്യൻ അത് കീഴ്പ്പെടുത്തി 4ാം പൊസിഷൻ തിരിച്ചു പിടിച്ചു. 23,100 വോട്ട് നേടിയാണ് 4ാം പൊസിഷൻ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. 5ാം പൊസിഷനിൽ അക്ബറാണുള്ളത്. അക്ബറിന് വോട്ടിംഗ് കുറവ് കണ്ടുവരികയാണ്. അങ്ങനെയാണ് പിന്നിലേക്ക് വന്നിരിക്കുന്നത്. ആര്യൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ 18,978 വോട്ടിൻ്റെ ബലത്തിൽ 5ാം പൊസിഷനിലേക്ക് വീണു പോയിരിക്കുകയാണ്. 6ാം പൊസിഷനിൽ സാബുമോൻ കയറി വന്നിരിക്കുകയാണ്. നെവിനെ അട്ടിമറിച്ചുകൊണ്ടാണ് സാബുമോൻ 6ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. വമ്പിച്ചൊരു മുന്നേറ്റം തന്നെ ഇതിന് പറയാം. 20,100 വോട്ട് നേടിയാണ് സാബുമാൻ 6ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. 7ാം പൊസിഷനിൽ നെവിനാണുള്ളത്. ഇത്തവണ പുറത്ത് പോകുമോ ഉള്ളിൽ നിൽക്കുമോ എന്നൊക്കെ വരും മണിക്കൂറിലെ വോട്ട് നിർണ്ണയിക്കും. ഇപ്പോൾ 20,001 വോട്ട് നേടി 7ാം പൊസിഷനാണ്. ആര്യൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ 7ാം പൊസിഷനിലേക്ക് വീണു പോവുകയാണ് ചെയ്തിരിക്കുന്നത്. താങ്ക്